ഹായ് ഫ്രണ്ട്സ് ടു ആയിട്ട് പോവാം. ചങ്കുക്കിനെ വെച്ച് കണ്ണെടുക്കാതെ റൂമിൽ കിടക്കുന്നു പോയി. ചങ്കുക്കിന് പിടിച്ച് കിസ് ചങ്കുക്ക് നല്ല നോക്കിയായിരുന്നു. അങ്ങനെ ചങ്കുക്ക് പിടിച്ച് കിസ് ചങ്കുക്ക് ടച്ച് ഭയങ്കര ഒരുമാതിരി ചങ്കുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചങ്കുക്ക് ട്രൈ ചെയ്തായിരുന്നു. ചങ്കുക്ക് കൺട്രോൾ ചെയ്യാതെ സ്റ്റേ ചെയ്തായിരുന്നു. രാവിലെ ആയായിരുന്നു. ഹീറോ എണിച്ച് നോക്കും. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ചങ്കുക്ക് നോക്കി ഹീറോയ്ക്ക് എല്ലാം നടന്നു എന്ന് പറഞ്ഞ് ഹീറോ എണിച്ചായിരുന്നു. അങ്ങനെ ഹെനിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അയ്യോ എല്ലാം നടന്നല്ലോ, ഇപ്പം എന്താ ചെയ്യുക എന്ന് ഹീറോ തല കൈ വെച്ചായിരുന്നു. അങ്ങനെ കൊണ്ട് വേറെ വഴിയില്ല. ചങ്കൊക്കെ ഒരുമാതിരി പാവമായിട്ട് നോക്കുമായിരുന്നു. ചങ്കൊക്കെ കരയാൻ തുടങ്ങിയായിരുന്നു. ഭയങ്കര ആക്ടിങ് ചെയ്ത് പാവമായി കുഞ്ഞു വരെ ആക്ടിങ് നടന്നത് പറഞ്ഞ് അറിയാമായിരുന്നു. പാവം വേറെ വഴിയില്ല. ഞാൻ മാറേജ് പോയിക്കോളാം എന്ന് പറഞ്ഞു. ചങ്കൊക്കെ ഭയങ്കര കരയായിരുന്നു. ഇത് കണ്ട ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു. പാവം ശരി ഓക്കെ വേറെ വഴിയില്ല, ശരി എന്നെ മാരേജ് ചോദിച്ചോളാം എന്ന് പറയായിരുന്നു. എന്താ ചെയ്യുക വേറെ വഴിയില്ല എന്ന് പറഞ്ഞ ഹീറോയി ചങ്കൊക്കെ സ്മൈൽ ചെയ്ത് തുടങ്ങിയത്. ശരി ഭയങ്കര ശരിയാണ്. അങ്ങനെ ഹീറോയി പ്ലാൻ ചെയ്ത് തുടങ്ങി. എടി എൻ്റെ മമ്മി വരാനായി. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി കോൾ ചെയ്ത് പറയായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കൊക്കെ ഒരു ഫാമിലി കോൾ ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ജങ്കൊക്കെ ഫാമിലിക്ക് കോൾ ജങ്ക് പറഞ്ഞായിരുന്നു. അതായിട്ട് ഹീറോയിൻ മമ്മി പോയത് വന്നായിരുന്നു. ജങ്ക് മമ്മി വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ വരുന്ന കറക്റ്റായി. അങ്ങനെ വീട്ടിലേക്ക് വന്നായിരുന്നു. ഞാൻ ജങ്കൊക്ക് മമ്മി ഡാഡിയാണ്. അത് മാത്രമല്ല നിങ്ങളുടെ മോള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതേപോലെ കേൾക്കായിരുന്നു എന്നെ പറയായിരുന്നു. ഇത് കേട്ടാ ഹീറോയിൻ മമ്മിയുടെ ഡാഡിക്ക് ഷാക്കായിരുന്നു. എന്താ പറയുന്നത്? അതെ ഇത് എല്ലാവർക്കും കാര്യം പറയായിരുന്നു. അത് ഒത്തുപോകുന്നുണ്ട് അതിനെക്കുറിച്ച് പറയായിരുന്നു. അത് ഒത്തുപോകുന്നു. ജങ്കൊക്കെ ശരി ഹീറോയ്ക്ക് ചെയ്തൊക്കെ ഇടായിരുന്നു. അത് കറക്റ്റ് ഒത്തുപോകുന്നുണ്ട്. ഹീറോയ്ക്ക് എല്ലാ ജഗത്തിന് ഫുൾ ഡേറ്റാനും കൊടുത്തായിരുന്നു. അങ്ങനെ പറയായിരുന്നു. ഹീറോയിൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതെ ഞാൻ കേട്ട് നോക്കിയിട്ടുണ്ട്, എല്ലാം കറക്റ്റുണ്ട്. അത് മാത്രമല്ല ഇത് കറക്റ്റാവും എന്ന് പറയുന്നു. ചെറിച്ച വയസ്സ് ഒരു പ്രശ്നമുള്ളത്, അത് പ്രശ്നമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഇവർക്ക് മാരേജൊക്കെ ഒരു പെൻഷൻ എൻഗേജ്മെൻറ്റ് ഡയറക്ടർ മാരേജ് റെഡിയായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജങ്കൊക്കെ മമ്മി ഡാഡിക്ക് ഓക്കെയാണ്. ജങ്കൊക്കെ പറഞ്ഞുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ജങ്കൊക്കെ ഹീറോയ്ക്ക് മാരേജ് ഇന്ത്യൻ സൈസ് മാരേജ് നന്നായിട്ട് നടന്നു. ജങ്കൊക്കെ അർജുനോട് കേട്ട് അറിഞ്ഞായിരുന്നു. അങ്ങനെ 1 മന്ത് നന്നായിട്ട് അവിടെ ജങ്കൊക്ക് ഇങ്ങനായിട്ട് ഫോൺ സംസാരിച്ച് മമ്മീന് ഭയങ്കര കെഞ്ചായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയായിട്ട് ആയി. പിന്നെ മാരേജ് നന്നായിട്ട് നടന്നു. കുറച്ച് നാളിലൂടെ താമസിച്ചു. പിന്നെ ഇത് താളി ചേഞ്ച് ആക്കാനും പറയായിരുന്നു. മമ്മി ഡാഡി പറയാൻ നിങ്ങൾ അവിടേക്ക് വരാം ചേഞ്ച് ചെയ്യുമ്പോൾ. എൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു ശരി അമ്മ ഞങ്ങൾ പോകുന്നുണ്ട് പറയാം. ശരി മാ നീ പോയിക്കോ എന്ന് പറയായിരുന്നു അമ്മ. അച്ഛനമ്മ പറയായിരുന്നു ശരി ഓക്കെ നീ പോയിക്കോ എന്ന് പറയുന്ന അമ്മ. ഹീറോയ്ക്ക് ഒരു സാഡായിരുന്നു. ശരി പറഞ്ഞു. അങ്ങനെയായിട്ട് കൊറിയക്ക് പോയിരുന്നു. അങ്ങനെ കൊറിയക്ക് പോയിട്ട് എത്തിയായിരുന്നു. അവിടെ ഒരു മാരേജ് കൊണ്ട് പറയായിരുന്നു. അങ്ങനെ അവിടെ ഇത് കൊറിയൻ മാരേജ് നന്നായിട്ടായിരുന്നു. മമ്മി പറയായിരുന്നു. അങ്ങനെ ഹീറോയുടെ മമ്മി വന്നു. അങ്ങനെയായിട്ട് മമ്മി വന്നായിരുന്നു. മമ്മി വന്ന് താലി ചേഞ്ച് ചെയ്തത് അമ്മക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മാരേജിനപ്പം താലി ചേഞ്ച് അങ്ങനെ താലി ചേഞ്ച് ആക്കി അമ്മ എന്നോട് ആള് റൂം കൊടുക്കും പോകാൻ പറയായിരുന്നു. 2 മാരേജ് ആകുമ്പോൾ ഫസ്റ്റ് മാരേജ് ഇന്ത്യൻ മാരേജ് ആകുമ്പോൾ ഹീറോയും ഞങ്ങൾക്ക് മുറിച്ച് റൂം പോയായിരുന്നു. വേറെ ഇവർ 2 പേർക്കും ഒക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് മുറിക്കായിരുന്നു ഹീറോയി. ഞങ്ങൾക്ക് ഒരുമാതിരി പാവം അതേ നോക്കിയായിരുന്നു. ഹീറോയി ചിരിക്കുമായിരുന്നു. എന്തപ്പാ എന്ന് പറയാം. എന്താ ഹീറോയ്ക്ക് ഞങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വന്നത് അങ്ങനെ കുളിക്കാൻ രാവിലെ ആയിരുന്നു. ഞങ്ങൾ മമ്മി ഡാഡി പറയായിരുന്നു ശരിപ്പാ ഞങ്ങൾക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ടുപ്പാ ഞങ്ങൾ പോകുന്നുണ്ട്. മമ്മി ഡാഡി അവിടെ നിന്ന് പോയായിരുന്നു. ഞങ്ങൾക്ക് മമ്മി ഡാഡി ഇവർക്ക് കോളേജ് ഉണ്ട്, അവർക്ക് ബിസിനസ് ട്രിപ്പ് പറഞ്ഞിട്ട് അവരോട് നിന്ന് പോയിരുന്നു. ജങ്കുക്കിനെ കണ്ടിട്ട് ഹീറോയി രാവിലെ അവർ പോയായിരുന്നു മമ്മി ഡാഡി. അങ്ങനെയുള്ള നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരുമാതിരി ശരി ഞാൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഹീറോയി പോയിരുന്നു. ശരി ജങ്കുക്ക് ഇന്ന് കോളേജ് ഉണ്ടല്ലോ ജങ്കുക്ക് പറയായിരുന്നു. ശരി കോളേജിൽ പോവാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കോളേജിൽ പോയായിരുന്നു. എല്ലാവർക്കും കളിയാക്കായിരുന്നു. ജങ്കുക്ക് കൺഗ്രസ് ബാ മാരേജ് എല്ലാം ആയി പോടാ അങ്ങനെയൊന്നും പറയണേ. ജങ്കുക്ക് മിഡൽ പിങ്കായിരുന്നു. അതിന് ഇങ്ങനെയായിട്ട് നൈറ്റായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു റൂമിൽ നോക്കുമായിരുന്നു. നല്ല ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേഷൻ ചെയ്ത് ഞങ്ങൾക്ക് ഷോക്കാൻ എന്താണ് നടക്കുന്നതെന്ന് പറയുന്നത്. ഹീറോയിനെല്ലാം ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ട് കമ്മിങ് അറിയുന്നത് ചങ്കുക്ക് ഷോക്കായിട്ട് വായെടുത്ത് നിൽക്കുമായിരുന്നു. ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പം നോക്കാൻ ചങ്കുക്ക് ഒരുമാതിരി നോക്കി ചെയ്തായിരുന്നു. ചങ്കുക്ക് കണ്ടോ ചെയ്യാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേർക്ക് സ്റ്റേ ചെയ്ത് ഭയങ്കര നല്ല നൈറ്റായിരുന്നു.
അങ്ങനെ ഹീറോയും അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയും ജങ്കുക്ക് നല്ല ക്ലോസ് ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് ഇപ്പോൾ കുറേ ഇതായി ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയും ബാഡ്മിൻ്റായി. ഹീറോയ്ക്ക് കുട്ടി ജനിച്ചു. അങ്ങനെ കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ജങ്കുക്ക് കമ്പനി വെച്ച് റൺ ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് ഇപ്പോൾ ബേബീസ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൂബേഴ്സ് ബേബീസ് ഉണ്ട്. ഇപ്പോൾ ജങ്കുക്ക് 4 ബേബീസ് ഉണ്ട്. ഹീറോയ്ക്ക് അതെ ട്രിബിൾസ് പറഞ്ഞ 2 ബോയ് ഒരു ഗേൾ ബോയാണ്. ഇപ്പോൾ ട്രിബിൾസ് അല്ല ഇപ്പോൾ 4ാമത്തെ കുട്ടി ഒരു ഗേൾ ബേബിയാണ്. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു നോക്കാൻ. ജങ്ക് മമ്മി ഡാഡിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, മച്ചി എന്താടി എടി എന്നെ മാരേജിക്ക് വരണം. എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് കോൾ ചെയ്ത് പറയായിരുന്നു. ചെറിയ മാരേജിക്ക് വരാം എന്നെ പറയുന്നു. ഹീറോയ്ക്ക് പഠിച്ചു കഴിഞ്ഞായിരുന്നു. ശരി ജങ്കുക്ക് പറയായിരുന്നു, എനിക്ക് പഠിച്ചു കഴിഞ്ഞല്ലേ അതുകൊണ്ട് അതുകൊണ്ടെടാ ജങ്കുക്ക് ഹീറോയി മുറിക്കായിരുന്നു. ഫാഷൻ ഡിസൈനർ പഠിച്ച അതെ ഫാഷൻ ഡിസൈൻ പഠിച്ച അത് ഹീറോയി ഫാഷൻ ഡിസൈൻ പഠിച്ചായിരുന്നു. ഒരു കമ്പനി വരുന്നത് ജങ്കുക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു ഈ കമ്പനി റൺ ചെയ്ത് ജങ്കുക്കിന് പറഞ്ഞ ബിസിനസ് എല്ലാ പ്രോഡക്റ്റും ഉണ്ടായിരുന്നു. ജങ്കുക്ക് പറയുന്നു ശരി ഓക്കെ അല്ല ജങ്കുക്ക് ഒരു കമ്പനി ഹീറോയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയി കൊടുത്താണ്. ഒരു കമ്പനി നിറയെ ഡ്രസ്സ് എല്ലാ ആക്ട്രസ് ബിസിനസ് മാൻ എല്ലാം പറഞ്ഞു ഹീറോയിൻ്റെ കമ്പനിയിൽ ഡ്രസ്സെല്ലാം സെലക്ട് നിറയെ ആൾ ഹീറോയി ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ഹീറോയിൻ്റെ കമ്പനി ടോപ്പ് നമ്പർ 1 കമ്പനിയായി മാറി. അതുമാത്രമല്ല 2 കമ്പനി നല്ല ഫേമസ് ആണ്. ഹീറോയിൻ്റെ ഇൻ്റർവ്യൂ അത് ഇതല്ല ഹീറോയിൻ ഇപ്പോൾ ഇന്ത്യക്ക് വന്നായിരുന്നു മാരേജിക്ക്. ജങ്കുക്ക് അതിൽ ബേബീസ് എല്ലാം ഉണ്ട്. ജങ്കുക്ക് നോക്കി ഹീറോയിൻ മുറിക്കായിരുന്നു. ഇന്നിനിടെ ഇങ്ങനെ മുറിക്കാൻ ജങ്കുക്ക് പാവമായിട്ട് നോക്കായിരുന്നു. ശരി ഓക്കെ വാ ഞാൻ ജങ്കുക്ക് വിളിച്ചോട് പോയതായിരുന്നു. ഫ്രണ്ട്സെല്ലാം പറയുന്നത് മച്ചി കൺഗ്രാസ് ടീ കൺഗ്രാസ് ഒന്നിക്കട്ടെ. ശരി എൻ്റെ മാരേജൊക്കെ ഞാനുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എന്നെ പറയായിരുന്നു. അങ്ങനായിട്ട് എൻ്റെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ മാരേജ് നടന്നായിരുന്നു. അതുമാത്രമല്ല അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അർജുനക്കും മാരേജ് എല്ലാവർക്കും മാരേജ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് കൂടെ ഹീറോ ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ബേബീസ് പറയും മമ്മി നിൽക്കിടാന്ന് ഹീറോയ്ക്ക് മൈ വീണു ഹോസ്പിറ്റൽ പോകണ്ട. ഹീറോയി ബാഡ്മിൻ്റൺ എന്ന് പറയാൻ ജങ്കുക്ക് ഹീറോയി മുറിക്കായിരുന്നു. ഹീറോയി ഹാപ്പി എൻഡിങ് സ്റ്റോറി.